രായിരനെല്ലൂർ മലയിൽ നിന്നും 3 കിലോമീറ്ററോളം നേരെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഭ്രാന്താചലത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു തുലാമാസം 1-ാം തീയതി രായിരനെല്ലൂർ മലയിൽ ദേവി അരയാലിൽ ഊഞ്ഞാലാടുന്നതായി നാറാണത്ത് ഭ്രാന്തൻ കണ്ടു. അദ്ദേഹം മലമുകളിലേക്ക് തിരിച്ചു. ഭ്രാന്തനെ കണ്ട ദേവി അരയാലിൽ നിന്നിറങ്ങി നടന്നു. 9 അടി വെച്ച ശേഷം ദേവി അന്തർധാനം ചെയ്തു എന്നും പറയപ്പെടുന്നു. ദേവിയുടെ കാൽപ്പാട് പതിഞ്ഞതെന്ന് പറയുന്നത് 9 കുഴികളും ദേവി അന്തർധാനം ചെയ്തു എന്ന് പറയുന്ന വലിയ കുഴിയും ഇവിടെയുണ്ട്. ദേവി അന്തർധാനം ചെയ്ത കുഴിയിൽ ഭക്തജനങ്ങളുടെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നാറാണത്ത് ഭ്രാന്തൻ ദേവിയെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തി. നാറാണത്ത് ഭ്രാന്തന് ദേവീ ദർശനം ലഭിച്ച തുലാമാസം 1-ാം തീയതി തിരുമല കയറ്റം ഒരു പുണ്യകർമ്മമായി ഭക്തജനങ്ങൾ ഇന്നും ആചരിച്ചുവരുന്നു. പരിസര പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഈ പുണ്യദിനത്തിൽ തിരുമല കയറി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവുന്നു. രായിരനെല്ലൂർ മലയുടെ മുകളിൽ തെക്കുപടിഞ്ഞാറേ മൂലയിൽ തെക്കുകിഴക്കു ഭാഗത്തു നോക്കി പുഞ്ചിരി തൂകി അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞു നിൽക്കുന്ന നാറാണത്ത് ഭ്രാന്തന്റെ ഭീമാകാരമായ ശില്പം ഇന്ന് ഏവരെയും വിസ്മയപ്പെടുത്തുന്നു. 18 അടി ഉയരമുള്ള ശില്പത്തിനടുത്ത് നാറാണത്ത് ഭ്രാന്തൻ ഉരുട്ടിയിരുന്ന കല്ലിന്റെ പ്രതീകവുമുണ്ട്. ഈ ശില്പം ഇന്ന് നാടൊട്ടുക്കും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. പരിസരവാസിയായ സുരേന്ദ്രകൃഷ്ണൻ എന്ന യുവശില്പിയുടെ 1.5 വർഷത്തിലധികമുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ശില്പം. നാറാണത്ത് ഭ്രാന്തൻ തപസ്സനുഷ്ഠിച്ചിരുന്ന സ്ഥലമാണ് ഭ്രാന്താചലം എന്നറിയപ്പെടുന്ന ഭ്രാന്തൻകല്ല്. രായിരനെല്ലൂർ മലയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ പടിഞ്ഞാറുഭാഗത്തായി ഭ്രാന്താചലം സ്ഥിതി ചെയ്യുന്നു. 3 ഏക്കറോളം വിസ്താരവും 40 അടിയിൽ അധികമുള്ള ഉയരവുമുള്ള കിഴക്കുപടിഞ്ഞാറായി കിടക്കുന്ന ഭീമാകാരമായ പാറയാണ് ഭ്രാന്താചലം. നിരവധി പുണ്യതീർത്ഥങ്ങളെ കൊണ്ട് പവിത്രമായ ഒന്നാണ് ഭ്രാന്താചലം. ചെറുതും വലുതുമായി 6ഓളം തീർത്ഥക്കുഴികൾ ഇവിടെയുണ്ട്. ഭ്രാന്താചലത്തിന്റെ താഴ്വരയിലെ കിണറുകളും കുളങ്ങളുമെല്ലാം വേനലിൽ വറ്റിവരളുന്നു. എന്നാൽ ഈ തീർത്ഥസ്ഥാനങ്ങളിൽ പലതിലും കൊടുംവേനലിൽ പോലും വെള്ളം വറ്റാറില്ല. ഭ്രാന്താചലത്തിൽ ശിവൻ, ദേവി, ഉപദേവതാ ക്ഷേത്രങ്ങൾ കാണാം. ശിവന്റെയും ദേവിയുടെയും ശ്രീകോവിലുകൾക്കിടയിൽ പടിഞ്ഞാറുഭാഗത്തായി വലിയ കാഞ്ഞിരമരം കാണാം. പ്രധാന ശ്രീകോവിലിന്റെ തെക്കുവശത്തായി വടക്കോട്ട് മുഖമുള്ള മേൽക്കൂരയില്ലാത്ത ക്ഷേത്രത്തിൽ നാറാണത്ത് ഭ്രാന്തന്റെ ഉപാസനമൂർത്തിയായ ദേവിയാണ് സാന്നിധ്യം ചെയ്തിരിക്കുന്നത്. ശ്രീകോവിലിൽ തന്നെ നാറാണത്ത് ഭ്രാന്തന്റെ സാന്നിധ്യവുമുണ്ട്. ഭ്രാന്താചലത്തിൽ പ്രധാന സ്ഥാനം ദേവിക്കാണെന്നാണ് ദേവപ്രശ്നത്തിൽ കാണാൻ കഴിഞ്ഞത്. ഭ്രാന്താചലത്തിന്റെ കിഴക്കുഭാഗത്ത് കരിമ്പാറയിൽ കൊത്തിയെടുത്ത 3 മുറികൾ കാണാം. 2 മുറികൾ ഉണ്ടാക്കുന്നതിനുള്ള അടയാളവും കാണാം. ഭൂതങ്ങളാണ് ഈ മുറികൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. നാറാണത്ത് ഭ്രാന്തൻ തപസ്സിരുന്നത് ഈ മുറികളിലാണെന്ന് പറയപ്പെടുന്നു. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ.
മൂകമുരുകുന്ന ഞാനാണു മൂഢൻ, നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിലിക്കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടിവലിയുന്ന ദിശയെട്ടുമുപശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞു നടക്കൊള്ളുകേ. ഓർമ്മയിലൊരൂടു വഴി പരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരൂടു വഴി പരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരെന്നമ്മയൊന്നിച്ച്, ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ, പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളിൽ, ഓതിരം കടകങ്ങൾ. നാറാണത്തു ഭ്രാന്തൻ വെറുമൊരു ഭ്രാന്തനായിരുന്നുവെങ്കിൽ ഇത്രയും ശ്രദ്ധേയനാകുമായിരുന്നില്ല. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതി ചിന്തകൾക്കുമെതിരെ പോരാടിയ ഒരു സാമൂഹ്യ വിപ്ലവകാരിയും ഹിന്ദുധർമ്മ നവോദ്ധാരകനുമായിരുന്നു നാറാണത്തു ഭ്രാന്തൻ എന്ന് പറയാം. നാറാണത്തു ഭ്രാന്തന്റെ മഹത്തായ ജീവിതം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇന്ന് ഈ മലയിൽ തിങ്ങിക്കൂടിയ 10,000-കണക്കിന് വരുന്ന ഭക്തരുടെ സാന്നിധ്യം. അതെ, മലയുടെ താഴ്വാരത്തു നിന്നും വലിയൊരു കല്ലുരുട്ടി മലയുടെ മുകളിലെത്തി കുന്നിൻ മുകളിൽ താനാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അഹന്തയില്ലാതെ ഭ്രാന്തൻ എല്ലാവരെയും സ്വന്തം ജീവിതത്തെ ഓർമ്മിപ്പിക്കും വിധം കല്ലുകൾ താഴേക്കുരുട്ടിയിടുകയാണ്. ഉരുട്ടിയിട്ട കല്ലുകൾ നിലത്തെത്തുമ്പോൾ എല്ലാവർക്കുമുള്ള സന്ദേശം എന്ന ഭാവത്തോടെ ഭ്രാന്തൻ പൊട്ടിച്ചിരിക്കുകയാണ്. തന്നെ കാണാൻ വരുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങളെ ആശീർവദിച്ചുകൊണ്ട് ആ മലയ്ക്ക് മുകളിൽ ഒരു വിഹായസിനു മുകളിൽ നിൽക്കുകയാണ് ഭ്രാന്തൻ. സൂക്ത സ്വരിത യജ്ഞവാടങ്ങളിൽ